ഹായ് ഫ്രണ്ട്സ്, ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യണമെന്ന് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വീട് വയ്ക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ അല്ല നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, ഇൻറ്റീരിയറിനാണ്. എങ്കിൽ മാത്രമേ നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മനോഹരമാക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് തന്നെ പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ഏതൊക്കെ ഫർണിച്ചറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ യൂസ് ചെയ്യേണ്ട ബെഡിൻ്റെ സൈസ് എത്രയാണ്, വാർഡ്രോബിൻ്റെ സൈസ് എത്ര വേണം, നമുക്ക് എത്രത്തോളം സ്റ്റോറേജ് വേണം എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ വേണം. ലിവിങ് ഏരിയ തന്നെ നമുക്ക് ഫസ്റ്റ് എടുക്കാം. ലിവിങ് ഏരിയയാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നുണ്ട്, സോഫ സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റ് വരുന്നൊരു ഏരിയയാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ വരാൻ നേരത്തേക്ക് TV യൂണിറ്റ് വരുന്ന വോളിൽ ഒരിക്കലും നമ്മൾ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്. പ്ലെയിൻ ആയിട്ടുള്ളൊരു പോർഷൻ തന്നെ ആയിരിക്കണം TV യൂണിറ്റ് വരേണ്ട വോൾ. സെക്കൻഡ് വൺ, ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ വരാൻ നേരത്തേക്ക് ഡൈനിങ് ടേബിൾ ഏത് മോഡലാണെന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ ഒരു പ്ലാനിങ് വേണം. അതനുസരിച്ച് വേണം നമുക്ക് ഡൈനിങ് ഏരിയയിലെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും അതനുസരിച്ചുള്ള സ്പേസ് കാര്യങ്ങൾ അവിടെ കൊടുക്കാനും കഴിയത്തുള്ളൂ. ആ പോർഷനിലായിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനുള്ള സ്പേസ് അറേഞ്ച് ചെയ്ത് വേണം നമ്മൾ ഡൈനിങ് ഏരിയയിലെ സ്പേസ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഡൈനിങ് ഏരിയയും അത്രത്തോളം മനോഹരമാക്കാൻ കഴിയത്തുള്ളൂ. കിച്ചനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, കിച്ചണിൽ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഹൈറ്റാണ്. കിച്ചൺ യൂസ് ചെയ്യുന്ന ലേഡീസിൻ്റെ ഹൈറ്റ് അനുസരിച്ച് വേണം നമ്മൾ കിച്ചൻ്റെ ഹൈറ്റ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യേണ്ട അക്സസറീസ് ഏതാണെന്നുള്ളത് കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ഐഡിയ വേണം. എന്തുമാത്രം മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ച് വേണം അക്സസറീസ് യൂസ് ചെയ്യുന്നത്. അക്സസറീസ് യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് അതിനകത്തുള്ള സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കൺഫേം ആവുന്നത്. വർക്ക് ഏരിയയും അതുപോലെ തന്നെയാണ്. അവിടെയും അക്സസറീസ് കാര്യങ്ങൾ, വേസ്റ്റ് ബിൻ ആയിരുന്നാലും ടാൻഡം ബോക്സ് ആയിരുന്നാലും അങ്ങനെയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നേരത്തേക്ക് അത് നമുക്ക് എന്ത് യൂസ് വേണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വേണം കിച്ചനെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ബെഡിൻ്റെ സൈസാണ്. 2, വാസ്തുപ്രകാരമാണ് ബെഡിൻ്റെ ഹെഡ് ബോർഡ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്. അതൊരിക്കലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയത്തില്ല. വാസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വാസ്തുപരമായിട്ട് തന്നെ വേണം നമുക്ക് ഹെഡ് ബോർഡ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡ് ബോർഡ് വരുന്ന പോർഷനിൽ വിൻഡോ മാക്സിമം ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ ഹെഡ് ബോർഡിൻ്റെ പൊസിഷനും ഡിസൈനും കാര്യങ്ങളെല്ലാം നമുക്ക് അത്രയും എലഗൻ്റായിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ബെഡിൻ്റെ സൈസ് കൺഫേം ചെയ്താൽ മാത്രമേ ബെഡ്റൂമിൻ്റെ സൈസ് നമുക്ക് അതിൽ പ്ലാനിങ്ങിൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റിന് വേണ്ടി സെപ്പറേറ്റ് സ്പേസ് യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരുപാട് സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡ്രോബ്, ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം സെപ്പറേറ്റ് ഒരു സ്പേസിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ ടോയ്ലറ്റിലേക്ക് വരാൻ നേരത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വെറ്റ് ഏരിയ, 2 ഡ്രൈ ഏരിയ. ഡ്രൈ ഏരിയ കഴിഞ്ഞിട്ട് വേണം വെറ്റ് ഏരിയയിലേക്ക് പോകാനുള്ള സ്പേസ് കൊടുക്കേണ്ടത്. ടോയ്ലറ്റിലേക്ക് കടക്കാൻ നേരത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഇറങ്ങേണ്ടത് ഡ്രൈ ഏരിയയിലേക്കാണ്. ഡ്രൈ ഏരിയയിൽ നിന്ന് വേണം നമ്മൾ വെറ്റ് ഏരിയ എന്നുള്ള പ്ലാനിങ് വേണ്ടത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ തമ്മിലുള്ള ആ ഒരു സ്പേസിൽ ഒരു ചെറിയൊരു പാർട്ടീഷൻ, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലേറെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങിലേക്ക് വരാൻ നേരത്തേക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് പ്രോപ്പറായിട്ട് നിന്നൊരു പ്ലാനിങ് വേണം. ഇതുപോലുള്ള ഓരോ സ്പേസിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് വളരെ മനോഹരമാക്കി തീർക്കാൻ കഴിയും. നിങ്ങൾ ഒരു വീടിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ നേരത്തേക്ക് ഇതുപോലെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ വീട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ മനോഹരമായിരിക്കും. നിങ്ങളുടെ ലൈഫും അതിലേറെ മനോഹരമായിരിക്കും.